നമസ്കാരം സുഹൃത്തുക്കളെ, ടു ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടു ഇൻഫോ സൊല്യൂഷൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ട്യൂട്ടോറിയൽസ് സീരീസ് 1ൻ്റെ എന്താണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന ക്ലാസ്സുമായി മുന്നോട്ട് പോകാം. അപ്പോൾ എന്താണത് നമുക്ക് ഒന്ന് പഠിക്കാം. എന്താണ് ആഡ്സ്? ബേസിക് ആഡ്, ഫേസ്ബുക്കിൻ്റെ ബേസിക് ആഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ പേജ് ഒരു 2M ഇൻഫോ സൊല്യൂഷൻ എന്ന ഒരു പേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അഡ്വർടൈസ് ആഡ് എന്താണ് അത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മെറ്റ ആഡ് എന്നും പറയാറുണ്ട്. മെറ്റ ആഡ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് എന്നെല്ലാം പറയാം. മെറ്റ എന്ന് പറയുന്നത് അറിയാലോ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഒരു അതൊരു കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെറ്റ എന്നും പറയും, ഫേസ്ബുക്ക് ആടെല്ലാം നമ്മൾ പറയും. അപ്പോൾ നമ്മളിത് ഒരു 3 ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ ലെവൽ സെറ്റ് ചെയ്യും. ക്യാമ്പയിൻ തരം, അതായത് ക്യാമ്പയിൻ ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഇതാവുന്നില്ലേ, നിങ്ങളുടെ പരസ്യം കാണുന്നവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം എന്തൊക്കെയായിരിക്കണമെന്ന് ഫേസ്ബുക്കിനോട് പറയുന്നത് ഈ ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അവയർനെസ് കൊടുക്കാം. നമ്മുടെ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പരസ്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ബ്രാൻഡിനെ ആളുകൾക്ക് ഓർക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് ചെയ്യുന്നത്. പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്, നിങ്ങളുടെ ഒരു ബിസിനസ് ഉണ്ട്, അതൊക്കെ ഇതായിട്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ ആഡെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് ഏത് ഇതാണ് ഓഡിയൻസാണ് നമ്മളത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ, ഏത് സ്ഥലത്തുള്ള ആളുകൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ കേരളം എന്നാണ്, കൊച്ചി എന്നാണ്, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ സെറ്റ്. അതുപോലെ നമ്മുടെ പ്രായപരിധിയും ജെൻഡർ എന്നുള്ളത് അതെല്ലാം ഇതുണ്ട്. നമ്മളിപ്പോൾ അത് അഡ്വർടൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാവാൻ പറ്റും. അഡ്വർടൈസിൽ നമുക്കത് നമ്മുടെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനും ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ ഇതാവുന്നതും. അതുപോലെ തന്നെ ഗെറ്റ് മോർ വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗെറ്റ് മോർ പേജ് വിസിറ്റ് ആൻഡ് ഫോളോവേഴ്സ്, പ്രൊമോട്ട് യുവർ ബിസിനസ് സ്റ്റോക്ക്, അങ്ങനെ ഓരോ ഇത് വെച്ച് നമ്മൾ ഇതാവുന്നു പോകുന്നത്. ഇവിടെ നമ്മൾ ലൊക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓരോ ലൊക്കേഷൻ എന്ത് ചെയ്യണം, നമ്മുടെ ഏജ്, ജെൻഡർ, അതെല്ലാം ഓരോ ഇത് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് നമ്മുടെ ആഡിൻ്റെ സെറ്റിംഗ് ലെവലാണ്. അതിന് ബഡ്ജറ്റും ഷെഡ്യൂളും എല്ലാം ഉണ്ട്. എത്ര ഇത് ഇതിന് ആഡിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ് എത്ര നമ്മൾ ചെയ്യണം, നമ്മൾ എത്ര ദിവസത്തേക്ക്, അങ്ങനെ ഓരോ നമുക്ക് സെറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് എത്ര ചെയ്യാം ആഡ് ലെവൽ. അങ്ങനെ ഓരോ സെറ്റ് നമുക്ക് നോക്കി ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ബിസിനസ്സിനെ വെച്ച് അഡ്വർടൈസ് ചെയ്യാം. പോസ്റ്റൊക്കെ ബൂസ്റ്റ് ചെയ്യാം. ഓരോ ഇത് പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് സെറ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് ആഡ് നമ്മൾ ഇതായിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ വരാത്തത്. പേയ്മെൻറ്റിൻ്റെ അത് ഇതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രൊമോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റും. നോക്കണ്ടല്ലേ, പീപ്പിൾ യു ചൂസ് ത്രൂ ടാർഗറ്റിങ്, അത് ഏതുതരം പീപ്പിളാണ് നിങ്ങൾക്ക് ഇതാവേണ്ടത്, ആരും ഇതാവുന്ന. അതുപോലെ പീപ്പിൾ ഹു ലൈക്ക് യുവർ പേജ് ആൻഡ് പീപ്പിൾ ടു ദം, ഓരോ നമുക്ക് ഇത് ചെയ്യാം.
പേയ്മെൻറ്റ് ഇത് ഉണ്ടാവും. GST ഒരു $5 വെച്ചാണ് നമ്മൾ ഇതാക്കുന്നത്. ഓരോ ഇതും ഇപ്പോൾ പരസ്യം ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇതായിരിക്കും. ഇങ്ങനെ പരസ്യം ആഡ് ചെയ്യാം. ഓരോ പരസ്യവും ആഡ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ മുന്നോട്ട് പോകും. ഓരോ ലൊക്കേഷൻ കൊടുത്താൽ നമുക്ക് ടാർഗറ്റ് നമ്മുടെ ഓഡിയൻസും ആ ലൊക്കേഷനിലാണ് വിചാരിച്ച് അത്രയും പേരിലോട്ട് ഇത് ഫേസ്ബുക്കിലോട്ട് പോകും നമ്മുടെ പരസ്യങ്ങൾ. അങ്ങനെ ബിസിനസ് സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഹൈ ബിസിനസ്സുണ്ട്, സ്മോൾ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഇതായിട്ട് അങ്ങനെ ഓരോ ഇതായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്. അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ID ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. 2M ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.